നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നിത്യേന നമ്മൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചുമ, തുമ്മൽ, ജലദോഷം എന്നിവയെല്ലാം. എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ ഇവ ഗൗരവമേറിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേസൽ അലർജിക്കുള്ള ചികിത്സയെ പറ്റിയാണ്. ഈ വിഷയത്തെപ്പറ്റി നമ്മോട് സംസാരിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൊച്ചിയിലെ കലൂറുള്ള ഡോക്ടർ വിനോദ് ENT ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ വിനോദ് ബി നായരാണ്. നമസ്കാരം ഡോക്ടർ. വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണല്ലോ മൂക്കിലുണ്ടാകുന്ന അലർജി. ഇവ എപ്പോഴാണ് ഗൗരവമേറിയ ഒന്നായി മാറുന്നത്? മൂക്കിന്റെ അലർജി ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഗൗരവമുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ വളരെയധികം പേരിൽ കാണുന്നത് കൊണ്ടും നമ്മൾ പലപ്പോഴും വളരെ സാധാരണയായി കാണുന്നത് കൊണ്ടും നമ്മൾ അതിനെ പലപ്പോഴും വളരെ കാര്യമായി എടുക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയിലെ 30 മുതൽ 35-40% വരെ പേർക്കും ഈ രോഗമുണ്ടെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ പല തോതിലുള്ള രോഗമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ഏകദേശം 3.5 കോടിയോളം ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് 35% എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 കോടിയോളം ആളുകൾക്ക് മലയാളികൾക്ക് ചെറിയ തോതിലെങ്കിലും, അല്ലെങ്കിൽ വലിയ തോതിൽ, ചെറിയ തോതിൽ തുടങ്ങി വലിയ തോതിൽ വരെ പലതരത്തിലുള്ള ഈ രോഗമുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൗരവമേറിയത് എപ്പോഴാണെന്ന് ചോദിച്ചു. ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്ക് പ്രകാരം അലർജി ഉള്ളവരിൽ ഏകദേശം 40%-നും ആസ്മ വരാനുള്ള സാധ്യതയുണ്ടെന്നും ആസ്മയുള്ളവരിൽ ഏകദേശം 80% പേർക്ക് മൂക്കിൻ്റെ അലർജിയുടെ ലക്ഷണങ്ങളുണ്ടെന്നാണ്. പുതിയൊരു കാഴ്ചപ്പാടനുസരിച്ച് മൂക്കിൻ്റെ അലർജിയും ആസ്മയും ഒരു രോഗത്തിൻ്റെ തന്നെ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്ന പോലെ ഒരു രോഗത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ഒരുമിച്ച് ചികിത്സിക്കണമെന്നും ഏതെങ്കിലും ഒന്നിനെ മാത്രം കറക്റ്റ് ചികിത്സിക്കുകയാണെങ്കിൽ അതിൻ്റെ ചികിത്സ ഫലപ്രദമല്ല എന്നും, എങ്ങാനും നമ്മൾ ആസ്മ വരാതിരിക്കാനുള്ള ഒരു സാധ്യതയെപ്പറ്റി നമ്മൾ നോക്കാൻ വേണ്ടി മൂക്കിൻ്റെ അലർജി ഫലപ്രദമായി ചികിത്സിക്കുന്നത് ആസ്മ ഒരു പക്ഷേ വരുന്നത് ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ വളരെയധികം അങ്ങോട്ട് തള്ളി മാറ്റുവാനോ സാധിക്കും. അതുകൊണ്ട് തന്നെ മൂക്കിൻ്റെ അലർജി ഇപ്പോൾ വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഡോക്ടർ, അതുപോലെ നേസൽ അലർജിക്കുള്ള ഇപ്പം നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? ചികിത്സാ രീതികളെ പറ്റി ഒരുപക്ഷെ നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് രോഗം എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കൂടെ നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രധാനമായിട്ടും ചികിത്സാ രീതികൾ പലതരത്തിലാണ്. ഒന്ന്, നമ്മൾ എന്തിനോടാണോ നമുക്ക് അലർജി ഉണ്ടെന്ന് നമ്മളൊരു ഒരു വസ്തുവിനോട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ വസ്തുവിനോട് അടുത്ത് പോകാതിരിക്കുക, അല്ലെങ്കിൽ ആ വസ്തു നമ്മളുമായിട്ട് സമ്പർക്കത്തിൽ വരാതിരിക്കുക. ഇതാണ് ഏറ്റവും ഒരു മാർഗം. ഇത് പലപ്പോഴും സാധ്യമല്ല. പിന്നീടുള്ളത് നമ്മുടെ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ, ഗുളികകൾ, പിള്ളേർക്കാണെങ്കിൽ സിറപ്പായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ കുപ്പിയിലെ മരുന്നായിട്ട് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന തുള്ളി മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ മൂക്കിനകത്ത് അടിക്കുന്ന സ്പ്രേകളുണ്ട്. അങ്ങനെ പല വിധത്തിൽ അതിൻ്റെ ചികിത്സയുണ്ട്. ചില അവസരങ്ങളിൽ ചിലപ്പോൾ സർജറികൾ, അതിൻ്റെ കോംപ്ലിക്കേഷൻ വേണ്ടി സർജറികൾ വേണ്ടി വന്നേക്കാം. ഡോക്ടർ, ഇതിൽ നമുക്ക് എന്തിനാണ് അലർജി ഉള്ളത്? ഇപ്പം നേസൽ അലർജി ഉണ്ടെന്ന് വെക്കേ, എന്തിനെയാണ് നമുക്ക് അലർജി ഉള്ളതെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? എനിക്ക് തോന്നുന്നു ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഉള്ള അസുഖങ്ങൾ അലർജിയാണോ അല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മൂക്കിനകത്ത് മൂക്കൊലിപ്പ്, തുമ്മൽ, മൂക്കടപ്പ്, ഒന്നുകിൽ നിർത്താതെയുള്ള മൂക്കൊലിപ്പ്, തുമ്മൽ, മൂക്കടപ്പ്. പ്രത്യേകിച്ച് ഇത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മുഖം കഴുകുകയാണെങ്കിലോ കാല് നിലത്ത് തണുത്ത തറയിൽ തൊട്ട് കഴിഞ്ഞാലോ, രാവിലെ പൊതുവെ തണുത്തിരിക്കും, ആ സമയത്ത് നിർത്താതെയുള്ള തുമ്മൽ ഇങ്ങനെ മണിക്കൂറോളം ഇതിങ്ങനെ തുടരും. ചിലർക്ക് 2 മണിക്കൂറായിരിക്കും, ചിലർക്ക് ദിവസം മുഴുവൻ നീണ്ടെന്നിരിക്കും. മരുന്ന് കഴിക്കുന്നവരെ ചിലപ്പോൾ ഇങ്ങനെ തുടർന്നിരിക്കും. ഇതാണ് മൂക്കിൻ്റെ അലർജിയുടെ സാധാരണഗതിയിൽ ലക്ഷണങ്ങൾ. പിന്നെ നമുക്ക് മൂക്കിനകത്ത് സ്മെല്ല് കിട്ടാതിരിക്കുന്നത് ഒരു ലക്ഷണമാണ്, അവസാനം വരും. ഇനി മൂക്കിനകത്തുള്ള അലർജിക്ക് ഇൻഫെക്ഷൻ വന്ന് കോംപ്ലിക്കേഷൻ വരികയാണെങ്കിൽ ഇൻഫെക്ഷൻ സൈനസൈറ്റിസിൻ്റെയും അല്ലെങ്കിൽ മൂക്കിനകത്ത് റൈനൈറ്റിസിൻ്റെയും ഒക്കെ ലക്ഷണങ്ങളുണ്ടാകും. അതിനകത്ത് ചിലപ്പോൾ പനി വരാം, തലവേദന വരാം, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാം. ഇനി കുട്ടികളിൽ ഇത് വേറെ ചില ലക്ഷണങ്ങളായിട്ടാണ് വരുന്നത്. കുട്ടികളിൽ കൂർക്കം വലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അഡിനോയിഡ് വലുതാകുന്നതാണെന്ന് പറയും. മൂക്കടപ്പും അഡിനോയിഡും കൊണ്ടാണ് കുട്ടികളിൽ കൂർക്കം വലി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇത്തരം കൂർക്കം വലിയുടെ ഒരു പ്രധാനമായിട്ട് കാരണമായിട്ട് പറയുന്ന അഡിനോയിഡിൻ്റെ വളർച്ചയാണ്. ടോൺസിൽ അഡിനോയിഡ് എന്ന് പറയും, അഡിനോയിഡിൻ്റെ വളർച്ചയാണ്. ഈ അഡിനോയിഡ് വളരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഇൻഫെക്ഷനാണ് അഡിനോയിഡ് വലുതാകുന്നതിൻ്റെ കാരണം. സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും അതിൻ്റെ ഉത്തരമായിട്ട് പറയുക മൂക്കിൻ്റെ അലർജി കൊണ്ടായിരിക്കും എന്നുള്ള. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ലക്ഷണങ്ങൾ. ഇനി ഇത് ചെവിയിലോട്ട് മൂക്കിൻ്റെ അലർജി വന്ന് ഇൻഫെക്ഷൻ വന്ന് ചെവിയിലോട്ട് വ്യാപിക്കുകയാണെങ്കിൽ അത് ചെവി അടപ്പായിട്ട് വരാം, ചെവി വേദനയായിട്ട് വരാം, തൊണ്ടയിൽ കിച്ച് പറയും പോലെ തൊണ്ടയിൽ ഇറിറ്റേഷൻ വരാം, ചുമ വരാം. ഇതിൻ്റെ കൂടെ തന്നെ ആസ്മയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആസ്മയുടെ വലിവും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാം. രാത്രി കാലത്തുള്ള ചുമ. ഈ കുട്ടികളാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ വാ തുറന്നുറങ്ങുക,
തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, കുട്ടികളുടെ വായിൽ നിന്ന് പത വരിക, ഉറക്കം പ്രയാസമായിട്ട് വരിക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് അലർജിയുടെ ലക്ഷണങ്ങൾ. അലർജി ഉണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നത് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുക, പാരമ്പര്യമായിട്ട് ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അലർജി ഉണ്ടെങ്കിൽ കുട്ടിക്കും അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഡയറക്റ്റായിട്ട് കാണണമെന്നില്ല. അച്ഛൻ്റെ സഹോദരന്മാർ സഹോദരിമാർ, അമ്മയുടെ സഹോദരന്മാർ സഹോദരിമാർ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ അച്ഛനോ അല്ലെ അപ്പൂപ്പനോ അമ്മൂമ്മയോ, ഇപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ നോക്കാം. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ അതിനകത്ത് സംശയിക്കേണ്ട ഒരു കാര്യം, ഈ തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, സ്മെല്ലില്ലായ്മ, ഇവ ഒറ്റയായിട്ടോ കൂട്ടത്തോടെയോ ദിവസങ്ങൾ മാസങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ, വർഷങ്ങൾ നീണ്ടുക, അത് അലർജി ആയിരിക്കാം അതിൻ്റെ കാരണമെന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഒരു സംശയം. അടുത്തത്, ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ അതെങ്ങനെ കൺഫേം ചെയ്യും അലർജിയാണെന്ന്? നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഈ രോഗലക്ഷണങ്ങളെക്കുറിച്ചുള്ള രോഗിയോട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയും. അതിനകത്താണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. പിന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇത് ഒരു ENT സർജൻ ആണെങ്കിലുള്ള അഡ്വാൻറ്റേജ്, മൂക്കിനെ ഉൾവശം കാണാൻ ചില പ്രത്യേക ലൈറ്റിംഗ് സംവിധാനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഈ ലൈറ്റ് മൂക്കിനകത്തും ചെവിക്കും തൊണ്ടയും ഒക്കെ വിശദമായി കാണാൻ പറ്റുന്ന ഒരു ലൈറ്റിംഗ് സംവിധാനമുള്ള ഒരാളിന് നോക്കിക്കഴിഞ്ഞാൽ ഈ അലർജിയുടെ ലക്ഷണങ്ങൾ മൂക്കിനകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും, മലയാളത്തിൽ ശ്ലേഷ്മസ്തരം എന്ന് പറയും. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന വ്യത്യാസങ്ങൾ ഇത് അലർജി ആയേക്കാം എന്നൊരു സാധ്യത പലപ്പോഴും നമുക്ക് ഡോക്ടർക്ക് നൽകും. അതിനുശേഷം ഈ ഡോക്ടറുടെയും ഈ രോഗിയുടെ ബന്ധുക്കളുടെയും സ്വഭാവം, അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ, അതിൻ്റെ ഡ്യൂറേഷൻ, എത്ര കാലം നീണ്ടു നിൽക്കുന്നു, മഞ്ഞ കളറോട് കൂടിയാണോ മൂക്കിൽ നിന്ന് ഒലിക്കുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കി. പലപ്പോഴും മൂക്കിനകത്തുനിന്ന് അലർജി കൊണ്ടാണെങ്കിൽ മൂക്കിൽ നിന്ന് വെള്ളം പോലെ വരും. പക്ഷേ പലപ്പോഴും അലർജിയുടെ കൂടെ ഇൻഫെക്ഷനും കൂടെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ മഞ്ഞ കളർ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈ അലർജി ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് ഒരു വർഷമായിട്ട് ഈ പറഞ്ഞ മൂക്കടപ്പ്, തുമ്പല്, ഇതൊക്കെയാണ്. ഒരുപാട് ഡോക്ടറെ കാണിച്ചു, ഇപ്പോഴും ഒരു ഭേദമില്ല. നേരം വിളിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ മാതിരി തന്നെ തുമ്പുക, മൂക്കടക്കുക, ഇതൊക്കെ. അതിനെന്താ ചെയ്യാ? പറ്റ മാറിപ്പോവാൻ എന്താ ചെയ്യാ? അതൊരു ചോദ്യമാണ്, പറ്റ മാറിപ്പോകുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഡിസ്കഷന്റെ പ്രസക്തി തന്നെ അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രോഗത്തെ നമുക്ക് ആദ്യം അലർജിയാണെന്ന് ഞാൻ പറഞ്ഞൊരു ഡോക്ടറുടെ സഹായത്തോടെ കണ്ടെത്തുക. അതിനുശേഷം നമുക്കുള്ള ഈ രോഗത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, രോഗിയുടെ ബന്ധുക്കളും തിരിച്ചറിഞ്ഞാൽ പകുതി ആശ്വാസമാവും. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസിലെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച്, എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാട് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്, അതിന് ശേഷം പറയാം. പക്ഷേ മെഡിക്കൽ സയൻസിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അലർജി എന്ന് പറയുന്നത് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം നാൾ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്നേക്കാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ചികിത്സയ്ക്ക് പോകുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാഴ്ച മരുന്ന് കഴിച്ചതുകൊണ്ടോ 2 ആഴ്ച മരുന്ന് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ 6 മാസമോ 1 വർഷമോ മരുന്ന് കഴിച്ചതുകൊണ്ട് ഇത് ഭേദമായി പോയി എന്ന് പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായ വിശ്വാസം, അലർജി വന്നതുപോലെ പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു രോഗി തീർച്ചയായിട്ടും എൻ്റെ അസുഖം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ ആ ആളുടെ അസുഖം മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഞാൻ തന്നെ ഡോക്ടറായിട്ട് ഒരു രോഗിയോട് പറയാണ്, നിങ്ങളുടെ അസുഖം മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് വച്ചാൽ മിക്കവാറും ആ രോഗിക്ക് ജീവിത അവസാനം വരുന്നത് വെച്ചാൽ, കാരണം ഡോക്ടർ പറഞ്ഞല്ലോ ഇതെന്തായാലും മാറാൻ പോണില്ലെന്ന്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ രോഗിയുടെ പല കാരണങ്ങളും കൊണ്ട് ചെയ്യുന്ന ജീവിതശൈലിയിലുണ്ടാകുന്ന കാരണങ്ങളോ വ്യത്യാസപ്പെടുത്തലുകളോ രീതികളോ തെറ്റായ്മകളോ ഒക്കെ കണ്ടായിരിക്കും ഒരു പക്ഷേ രോഗം ഇങ്ങനെ നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, രോഗലക്ഷണങ്ങൾ, അതായത് മൂക്കൊലിപ്പ്, തുമ്മൽ, മൂക്കടപ്പ് എന്നീ രോഗലക്ഷണങ്ങൾ ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ടും മാറ്റിക്കളയാൻ പറ്റും. ചികിത്സിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരാം. അത് നമ്മൾ ആ രോഗിയുടെ സ്വഭാവം അനുസരിച്ച്, രോഗി എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നനുസരിച്ചിട്ടാണ്. ഒരു കാര്യം പറയാം, രോഗലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും. രോഗം മാറുമോ എന്നുള്ളത് രോഗി പറയുന്ന പല കാര്യങ്ങളും ആ നിർദ്ദേശിക്കുന്ന പല മരുന്നുകളും ഒക്കെ ആശ്രയിച്ചിരിക്കും മാറി കിട്ടുമോ എന്നുള്ളത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറയൂ. എന്റെ മോന് 26 വയസ്സായി. ശരി. ഇപ്പോഴും ഒരു 8 മാസമായി. അവന് ഭയങ്കര മൂക്കടപ്പും, മൂക്കിൽ സ്മെല്ല് അറിഞ്ഞുകൂടാതെയും ഭയങ്കര ഒരു തുമ്മലും
എപ്പോഴും മൂക്ക് ഭയങ്കര രാവിലെ കഴിച്ചാൽ കുറെ നേരം ചീറ്റലാണ്. അങ്ങനെ മൂക്ക് ചീറ്റലും ഭയങ്കര ഇങ്ങനെ മൂക്കിൽ നിന്ന് വരാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഇപ്പോഴും ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടർ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് അപ്പൊ മൂക്കിലൊരു ചെറിയ ദശയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ CT ചെയ്യാനായിട്ട് പറഞ്ഞപ്പം പുള്ളി LLB ചെയ്തോണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഇപ്പൊ ഓപ്പറേഷൻ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വരാതെയും കൂടെ ഇരിക്കണം. ഇനി CT ചെയ്ത് കഴിയുമ്പോൾ വല്ല പ്രശ്നം ആവുമോ എന്നുള്ള ഇത്. ഒരു കാര്യം മാനോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ഉള്ളൂ ഇരുട്ട്. അപ്പോൾ അത് നമ്മളൊരു പരിശോധന ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചാൽ പരിശോധന ചെയ്തില്ല എന്ന് പറഞ്ഞ് രോഗം ഭേദമാകാൻ സാധ്യത കുറവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ നമുക്ക് അതിപ്പോൾ പരിശോധനകളെ പറ്റി എൻഡോസ്കോപ്പിയെ പറ്റിയും CT സ്കാനും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പരിശോധനകൾ അലർജിക്ക് ചെയ്യേണ്ട പരിശോധനകളെ പറ്റി കൂടെ നമുക്ക് സംസാരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, പുറം നാടുകളിൽ അലർജി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യാറുണ്ട്. ധാരാളം സാധനങ്ങൾ നമ്മൾ ഏകദേശം ഒരു 100ഓളം വസ്തുക്കൾ സ്കിന്നിൽ ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം അത് തടിപ്പ് വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് പൊതുവെ ENT സർജന്മാരാരും ഇത് ചെയ്യാറില്ല. അതുകൊണ്ട് വലിയൊരു കാര്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു വിഭാഗം ചികിത്സയുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി അത് ചെയ്യേണ്ടി വരികയാണെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യുന്നതിന് പ്രസക്തിയുള്ളൂ. 1. 2, ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റി പൊതുവെ ENT സർജന്മാരെ വിശ്വസിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് കാര്യം, ഇമ്മ്യൂണോതെറാപ്പി ബാക്കി എല്ലാ ചികിത്സയും ഫലപ്രദമല്ലാതെ വന്നാൽ മാത്രം ചെയ്യേണ്ട, അവസാന കൈയായിട്ട് ചെയ്യേണ്ട ഒന്നാണെന്നുള്ള എൻ്റെ ഇതുവരെയുള്ള ഒരു 18 വർഷത്തെ അനുഭവത്തിൽ, 18 അല്ലെങ്കിൽ 21 വർഷം PG ടൈമും കൂടെ കൂട്ടി 21 വർഷത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരാൾക്ക് ഒരു ചികിത്സ വേണ്ടി വന്നിട്ടില്ലെന്നുള്ളതാണ്. അതായത് നമ്മൾ ഫലപ്രദമായിട്ട് അതിനെ മരുന്നുകൾ കൊണ്ടും അല്ലെങ്കിൽ ജീവിതശൈലി വ്യത്യാസങ്ങൾ കൊണ്ടും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സ തന്നെ ആവശ്യമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും ഈ ടെസ്റ്റ് പറയാറില്ല. പിന്നെ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ, ഈ എൻഡോസ്കോപ്പി CT സ്കാൻ, ഞാൻ നേരത്തെ പറയുകയുണ്ടായി എന്താണ് ഒരു ENT സർജനുള്ള അഡ്വാൻറ്റേജ്. നമ്മുടെ മൂക്കിൻ്റെ അലർജി പ്രത്യേകിച്ച് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്ന ഒരു ചെയ്തു വരുന്ന വെച്ചാൽ 6 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ രോഗലക്ഷണങ്ങളിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ രോഗങ്ങൾ കൊണ്ട്, മൂക്കിൻ്റെ അലർജി കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിനകത്തും സൈനസിനകത്തും ഉണ്ടായിട്ടുള്ളത്, വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ കയ്യിലുള്ള ഒരു വജ്രായുധമാണ് മൂക്കിൻ്റെ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ഈ മൂക്കിൻ്റെ എൻഡോസ്കോപ്പി വളരെ നിസ്സാരമായിട്ട് OPയിൽ വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മൂക്കിനകത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു TV ക്യാമറ പോലെയുള്ള, TV സ്ക്രീൻ പോലെയുള്ള ഒരു മോണിറ്ററിൽ നമുക്ക് മൂക്കിൻ്റെ ഉൾവശം വളരെ വിശദമായിട്ട് വലുതായിട്ട് കാണാൻ സാധിക്കും. ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അതേ എൻഡോസ്കോപ്പ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം വിവരങ്ങൾ ഒരു ENT സർജന് മൂക്കിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നറിയാനുള്ള സഹായിക്കും. 1. 2, സൈനസിനകത്ത് എന്തൊക്കെ വ്യത്യാസമുണ്ടെന്നറിയാൻ വേണ്ടി നമ്മളൊരു CT സ്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. സൈനസിനകത്ത് എന്ത് മാറ്റമുണ്ട്, ഈ അലർജി കൊണ്ട് എത്ര ശക്തിയായിട്ട് ചികിത്സ ആരംഭിക്കണം, ഇതൊക്കെ അറിയാൻ വേണ്ടി. ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു കാരണവശാലും CT സ്കാൻ ഒരു ENT സർജൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ എടുക്കരുത്. എടുത്താലുള്ള ദോഷമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളത് കണ്ടിട്ട് ഒരു ENT സർജൻ എടുത്ത് പോകുമ്പോൾ വീണ്ടും ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച എങ്കിലും മരുന്ന് കഴിച്ച് ഇൻഫെക്ഷൻ മാറാനുള്ളതെല്ലാം മാറാതെ ഒരു CT സ്കാൻ എടുത്താൽ ആ CT സ്കാൻ കൊണ്ട് ഒരു ENT സർജന് യാതൊരു പ്രയോജനവുമില്ല. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ. എന്റെ മൂക്കിന് വലത്ത് സൈഡ് ഒരു മുഴ പോലത്തെ വരുന്നുണ്ടേ. മുഴയാണോ ദശ പോലെയാണോ? ഒരു ദശ പോലത്തെ തന്നെ, ഡോക്ടർ കാണിച്ചാലോ. അതിനുശേഷം രാത്രികളിൽ ചുമയും മൂക്കുന്നൊരു വെള്ളം വരും. അതിനെപ്പറ്റി പറയാം. ഈ ഇദ്ദേഹം ചോദിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഇത് പലപ്പോഴും ഈ ദശ എന്ന് പറയുന്നത് എസ്പെഷ്യലി ENT ഡോക്ടർമാരല്ലാത്തവരുടെ ഒരു ഡയഗ്നോസാണ് മൂക്കിനകത്ത് ദശ എന്ന് പറയുക. പലപ്പോഴും ഇങ്ങനെ ദശയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികളെ പരിശോധിച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ദശ ഉണ്ടാകാറില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മൂക്കിനകത്ത് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ ടോർച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ കാണുന്ന 2 സൈഡിലായിട്ട് കാണുന്ന ഒരു മുഴ പോലെ കാണുന്ന അല്ലെങ്കിൽ ദശ പോലെ കാണുന്ന കാര്യം ഒരിക്കലും അത് ദശയല്ല. അത് നോർമലായിട്ടുള്ള സംഭവമാണ്. അത് പുറത്തുനിന്ന് നോക്കിയാൽ വേണ്ട ലൈറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തവർ നോക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർക്ക് അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അത് ടർബിനേറ്റ്സ് എന്ന് പറയുന്ന അവയവം ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാണുമ്പോൾ പലപ്പോഴും പേടിച്ചു പോകും. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പേടിച്ചു പോകും.
അപ്പോൾ അത് പലപ്പോഴും ഭയക്കേണ്ട കാര്യമില്ല. ഒരു ENT ഡോക്ടർക്ക് മാത്രമേ മൂക്കിനകത്ത് ദശയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റൂ. അത് തന്നെ ഒരു എൻഡോസ്കോപ്പിൻ്റെ സഹായം ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് അറിയാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനകത്തൊരു ENT ഡോക്ടറുടെ തുടക്കത്തിലെങ്കിലും അത് ചികിത്സിക്കേണ്ട ഒരു വളരെ പ്രധാനമാണെന്ന് പറയാൻ കാര്യം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈ ബ്രേക്കിന് മുന്നേ പറഞ്ഞിരുന്നത് CT സ്കാനിനെ കുറിച്ചാണ്. ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഒരുപക്ഷെ ആളോട് പറയാനുള്ളത്, ഒരു ENT സർജൻ്റെ നിർദ്ദേശപ്രകാരം അല്ല CT സ്കാൻ എടുക്കണമെങ്കിൽ ഈ CT സ്കാൻ വെച്ചിട്ടാണ് പലപ്പോഴും സർജറികൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സർജറികൾ പ്ലാൻ ചെയ്യുന്നതിന് ആ ഡോക്ടർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സീരിയൽ സെക്ഷൻസ് പല ഡയറക്ഷനിൽ നിന്നുള്ളത് കിട്ടിയില്ലെങ്കിൽ ENT ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും ഒരു CT സ്കാൻ നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാധ്യത എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രിപ്പയർഡ് അല്ലാത്ത 2 ആഴ്ചയെങ്കിലും ആൻറ്റിബയോട്ടിക്കും മരുന്നുകളും കഴിച്ചിട്ടല്ലാതെ ചെയ്യുന്ന ഒരു CT സ്കാനും ഇൻവാലിഡ് ആണ്. അതുകൊണ്ടും നമുക്ക് കാണുമ്പോൾ ഒരു പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ENT സർജൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം സൈനസിൻ്റെ CT ചെയ്യുന്നതായിരിക്കും പലപ്പോഴും ബുദ്ധി. അപ്പോൾ ഇതാണ് എൻ്റെ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ, ഈ നേസൽ അലർജിക്ക് ഉള്ള ചികിത്സാ രീതികളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് ചികിത്സ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയുണ്ടായി, ഗുളികകളുണ്ട്, മൂക്കിനകത്ത് ഇടുന്ന മരുന്നുകളുണ്ട്, സ്പ്രേ ഉണ്ട്. ഗുളികകൾ തന്നെ പലതരത്തിലുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റി ഹിസ്റ്റമിൻ, പണ്ട് അവിലെന്ന് പറയപ്പെടുന്ന, ഇപ്പം വേറെ പുതിയ ധാരാളം മരുന്ന്, അതായത് ആൻറ്റി ഹിസ്റ്റമിൻസ് മരുന്ന്, ചൊറിച്ചിലിനും തുമ്മലിനും ഒക്കെ ഉപയോഗിക്കുന്ന ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം. അതുപോലെ തന്നെ മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന ഈ അലർജിക് പ്രോസസ്സിനെ നിയന്ത്രിക്കുന്ന ഈ മോഡ്കാസ്റ്റ് എന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുണ്ട്. മാത്രമല്ല ഇപ്പോൾ പല കമ്പനിക്കാർ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ മരുന്നായിട്ട് ഇറക്കാറുണ്ട്. അപ്പോൾ ഗുളികകളാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ വളരെ അപൂർവമായി വല്ലാത്ത ഒരു അലർജി സ്റ്റേറ്റിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റീറോയിഡ് ഗുളികകൾ വളരെ ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു കാര്യം, നമ്മൾ സ്റ്റീറോയിഡ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വളരെ ഭയം ഉണ്ടായിരിക്കും എന്നാണ്. ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, സ്റ്റീറോയിഡ് മരുന്നുകൾ 10 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 15 ദിവസത്തിൽ കൂടുതൽ സ്ഥിരമായിട്ട് വളരെ ഉയർന്ന അളവിൽ കഴിക്കുകയാണെങ്കിൽ മാത്രമേ അതുകൊണ്ടൊരു സ്ഥിരമായിട്ട് നമുക്ക് എന്തെങ്കിലും വേറൊരു ബുദ്ധിമുട്ടും നമുക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഷോർട്ട് കോഴ്സ് സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്, ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ, അതുപോലെ തന്നെ വളരെയധികം തെറ്റിദ്ധാരണ ആളുകൾക്കുള്ളൊരു കാര്യമാണ് മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന സ്പ്രേയർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഒരു കാരണവശാലും മൂക്കിൻ്റെ അലർജിക്ക് തന്നെത്താൻ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന ഈ നേസിവിയോൺ, ഓട്രിനോസ് എന്ന് ഓട്രിവിൻ എന്ന് പറയപ്പെടുന്ന അതുപോലത്തെ മരുന്നുകൾ മേടിച്ച്, മൂക്ക് തുറക്കുന്ന മരുന്നുകൾ മേടിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് 2 ആഴ്ച 3 ആഴ്ചയിൽ കൂടുതൽ വേറെ മരുന്നുകളുടെ അഭാവത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മൂക്കടപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആ മൂക്കടപ്പ് ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മൂക്കിൻ്റെ അലർജിക്ക് ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകൾ എന്ന് പറയുന്നത് ദീർഘനാൾ ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം എന്ന് പറയുന്നത് മൂക്കിനകത്ത് അടിക്കുന്ന സ്പ്രേസാണ്. ഇത് വളരെ ഫലപ്രദമാണ്, ദീർഘനാൾ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ ആളുകൾ ചെയ്യുന്ന മറ്റൊരു അപകടകരമായ പ്രവണത, ഒരിക്കൽ ഡോക്ടറെ കണ്ട് ഈ മരുന്ന് കിട്ടുകയാണെങ്കിൽ ഇത് മേടിച്ച് മാസങ്ങളോളം തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയും 2 വർഷം കഴിയുമ്പോഴോ 3 വർഷം കഴിയുമ്പോഴോ ഡോക്ടറെ ചെന്ന് കാണുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് തികച്ചും തെറ്റാണ്. ഒരു 1-1.5 മാസത്തിനകത്ത് ഒരു ENT ഡോക്ടറെ കണ്ടുകൊണ്ട് മൂക്കിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഈ ചികിത്സ എടുക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂക്കിനകത്ത് പലപ്പോഴും അലർജിയുടെ കൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ ചികിത്സിച്ച് ഭേദമാക്കാതെ മൂക്കിൻ്റെ അലർജിയുടെ മരുന്നുകൾ ഉപയോഗിക്കുന്നത് മഹാ അബദ്ധമാണ്. പലപ്പോഴും ഡോസ് കൂടുതൽ വേണ്ടി വരും, വളരെ ഉയർന്ന അളവിൽ വളരെ ദീർഘനാൾ ഉപയോഗിക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആസ്മ കൂടെ ഉണ്ടെങ്കിൽ ആസ്മയും കൂടെ സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ അതിന് കൂടെ തന്നെ മൂക്കിൻ്റെ അലർജിയോട് കൂടി തന്നെ ചികിത്സിച്ചില്ലെന്നുണ്ടെങ്കിൽ ആസ്മയുടെ അളവും കൂടിക്കൂടി വരും, ആസ്മയുടെ മരുന്നുകൾ കൂടിക്കൂടി വരും, മൂക്കിൻ്റെ അലർജിയുടെ ഫലപ്രദമായ ചികിത്സ നടക്കത്തുമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൽ ആസ്മയുള്ള ആളാണെങ്കിൽ ആസ്മ വരാതിരിക്കാൻ, മൂക്കിൻ്റെ അലർജിയുടെ ഫലപ്രദമായ ചികിത്സ കൊണ്ട് ആസ്മ വരാതിരിക്കാൻ സാധിക്കുമെന്നുള്ളതും, ഇന്ന് മൂക്കിൻ്റെ അലർജിക്ക് വളരെ ഫലപ്രദമായ ചികിത്സ ഉണ്ടെന്നുള്ളതും, അതിന് ദീർഘനാളായിട്ട് ചികിത്സ വേണ്ടി വരുമെന്നുള്ളതും, ഓരോ വ്യക്തിയുടെയും അവർ ശീലങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതശൈലിയിൽ വളർന്ന കാതലായ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ മൂക്കിൻ്റെ അലർജി ചികിത്സിച്ച് ഭേദമാക്കാൻ വരെ സാധിക്കുമെന്നുള്ളതാണ് ഒരുപക്ഷെ എനിക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം. ഡോക്ടർ, അതുപോലെ ഈ ചികിത്സയ്ക്ക് എത്ര കാലയളവാണുള്ളത് സാധാരണ? ഞാൻ നേരത്തെ പറഞ്ഞു, അത് രോഗിയുടെ അസുഖം നീണ്ടു നിൽക്കുന്നത് എത്ര നാളാണോ അതനുസരിച്ചാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ, ആദ്യം കൂടിയ അളവിൽ, അതായത് സാധാരണ ഒരാളുടെ തുടക്കുന്ന ഒരു സ്റ്റേജിലുള്ള മരുന്നുകൾ ഉപയോഗിക്കും.
പക്ഷേ നമ്മൾ കുറേ കഴിയുകയാണെങ്കിൽ നമുക്ക് ആ മരുന്നുകളുടെ അളവ് കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. ഇതൊരു രോഗിയെ സ്ഥിരമായിട്ട് രോഗി ചെന്ന് ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിനോടെടുത്ത് സംസാരിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് അനുസരിച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കൂ. ഞാൻ നേരത്തെ പറയുകയുണ്ട്, പലപ്പോഴും രോഗി 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി കാണും, അതിൻ്റെ കൂടെ ഇൻഫെക്ഷൻ ഉണ്ടായി കാണും, അത് നമ്മൾ തിരിച്ചറിയില്ല. മാത്രമല്ല ഈ ഡോക്ടർക്ക് മരുന്നുകളുടെ അളവ് കുറയ്ക്കാനുള്ള ഒരു അവസരവും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു അസുഖമാണ് മൂക്കിൻ്റെ അലർജി. പക്ഷേ നമുക്ക് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതും ഭാവിയിൽ ഇതുകൊണ്ട് മൂക്കിനകത്ത് ദശ ഉണ്ടാകുകയാണെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുന്നതും എന്നിട്ടും വളരെ കാര്യമായ ചികിത്സ തുടർന്ന് വേണ്ടി വരുന്നതുമായ ഒരു അസുഖമാണ് മൂക്കിൻ്റെ അലർജി. അതുകൊണ്ട് വളരെ തുടക്കത്തിൽ തന്നെ എത്ര നേരത്തെ അതിനെ കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മൂക്കിൻ്റെ അലർജി ചികിത്സിക്കുകയാണെങ്കിൽ ലക്ഷണങ്ങൾ കുറഞ്ഞ് ഒരുപക്ഷേ ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിച്ചില്ലെന്നുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങളുടെ തീവ്രത കൂടി വരാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്മ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയം ഇവിടെ പൂർത്തിയാകുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി.